കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചിന്തിക്കാറില്ലേ, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ അതിനൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, എവിടെയാണ് എനിക്ക് പാകപ്പിഴകൾ വന്നു പോയിട്ടുള്ളത് എന്ന് ചിന്തിക്കാറില്ലേ? നമുക്ക് സ്പിരിച്വൽ സയൻസിലൂടെ നമുക്കതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് നോക്കാം. അതായത് സ്പിരിച്വൽ സയൻസ് പറയുന്ന 3 തരം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സഞ്ചിത കർമ്മം, ജനിതക കർമ്മം, ആർജിത കർമ്മം എന്ന് പറയുന്ന കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സോള് പല ജന്മങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും ഇപ്പോൾ ഈ ബോഡിയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങളാണോ ചെയ്തിട്ടുള്ളത്, നല്ല കർമ്മങ്ങളാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളും, ചീത്തയാണെങ്കിൽ അതിൻ്റേതായ ഫലങ്ങളും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലായിരിക്കും. നമ്മൾ എന്ത് ചെയ്തെന്നോ ഒന്നിനെക്കുറിച്ചും നമ്മൾക്കറിയില്ല. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നല്ലത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല ഭാഗ്യമുള്ള ലൈഫ് കിട്ടിയതെന്ന് നമ്മൾ വിചാരിക്കാത്ത തന്നെ. അതല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾക്ക് നല്ല സുഖമായി ആശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഈ സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഉത്തരവും കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ വിശ്വസിക്കുക, അത് സഞ്ചിത കർമ്മം കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കുക. അല്ലാതെ മരിച്ചു പോയവർ വന്ന് നമ്മൾക്ക് പറഞ്ഞൊന്നും തരില്ലല്ലോ അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പല ബുക്കുകൾ വായിക്കുമ്പോഴും പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾക്ക് തോന്നും ഇതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് തോന്നും. പിന്നെ വരുന്നതാണ് ജനിതക കർമ്മം എന്ന് പറയുന്നത്. ഈ ജനിതക കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും ആകുന്നതിനേക്കാളും മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജനിതക കർമ്മത്തിൻ്റെ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളുടെയും നമ്മുടെ ചുറ്റുപാടുള്ളവരുടെയും കൈവശമിരിക്കുന്നതാണ്. നമ്മൾ എന്ത് വിചാരിച്ചാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ കാര്യമല്ല അത് ജനിതക കർമ്മം എന്ന് പറയുന്നത്. ഭാഗവതം പോലുള്ള പുരാണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്കതിൽ കേൾക്കാനായിട്ട് സാധിക്കും, ഒരു ആണും പെണ്ണും കൺസീവ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അവരുടെ മാനസിക നില എങ്ങനെയായിരുന്നു ഇരുന്നത്, അവരുടെ മാനസിക അവസ്ഥ എങ്ങനെയായിരുന്നു ഇരുന്നത്, അങ്ങനെയുള്ള ഒരു ബീജമായിരിക്കും സ്ത്രീയുടെ വയറ്റിലേക്ക്, സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. ഒരു അച്ഛനും അമ്മയും ആകുന്നതിനേക്കാൾ മുന്നേ തന്നെ ബോധപൂർവം തീരുമാനമെടുക്കണം, ഞാൻ അച്ഛനാവാനും അമ്മയാകാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിനുള്ള കഴിവ്, ആ കുട്ടിയെ പരിപാലിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, എങ്ങനെയുള്ള കുട്ടിയായിരിക്കണം എനിക്കുണ്ടാകേണ്ടത്, ഞങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടിയായിരിക്കണം, എന്തൊക്കെ കലാവാസനകൾ ഉണ്ടായിരിക്കണം, എങ്ങനെയുള്ള ആരോഗ്യമുള്ള കുട്ടിയായിരിക്കണം, എത്രത്തോളം ബുദ്ധിശക്തിയുള്ള ആരോഗ്യമുള്ള കുട്ടിയായിരിക്കണം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു കുട്ടിയായിരിക്കും നമ്മൾക്കുണ്ടാവുക എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതായത് നമ്മൾ ഏത് സങ്കല്പത്തിലിരുന്നു കൊണ്ടാണ്, ഏത് സങ്കല്പത്തിലാണോ നമ്മുടെ മനസ്സ് കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇരുന്നിരുന്നത്, അതിനനുസരിച്ചുള്ള ഒരു ബീജം, അത് ലക്ഷക്കണക്കിന് ബീജങ്ങൾ, പുരുഷ ബീജങ്ങളുണ്ട്. അതിൽ ഒരു ബീജമാണ് നമ്മുടെ അണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്, അപ്പോൾ അണ്ടവുമായി യോജിക്കുന്നത്. അപ്പോൾ അത് അത്രയും നല്ല ഒരു വിത്തായിരിക്കണം. അതിന് നമ്മളിൽ നല്ല സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കണം, നല്ലൊരു മനോനിലയിലായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നല്ല കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓരോ മക്കളും ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അച്ഛനും അമ്മയാകാനായിരിക്കുന്ന പലരും ഉണ്ടല്ലോ, ഓരോരുത്തരും ഇത് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് കൺസീവായി ചെയ്ത് കഴിഞ്ഞ് 9 മാസം എങ്ങനെയാണോ അമ്മയുടെ മാനസിക നില ഉണ്ടായിരുന്നത് അതിനനുസരിച്ചായിരിക്കും അമ്മ ഏതെല്ലാം വിചാരങ്ങളിലൂടെ എല്ലാമാണ് കടന്നുപോയത്, അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയിലെ ജനിതക കർമ്മം ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ നല്ല സന്തോഷത്തിലാക്കുക എന്നുള്ളത് അമ്മയുടെയും ചുറ്റുപാടും പെരുമാറുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നല്ല കാര്യങ്ങൾ കാണുക, വായിക്കുക, കേൾക്കുക, സ്നേഹത്തോടു കൂടി ചുറ്റുപാടുള്ളവരും പെരുമാറുക, അങ്ങനെ നല്ല ഭക്ഷണങ്ങൾ
ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അപ്പോൾ നല്ലതായിട്ട് വരും. ഇതാണ് ജനിതക കർമ്മം എന്ന് പറയുന്നത്. ഈ 2 കർമ്മങ്ങളും സഞ്ചിത കർമ്മമാണെങ്കിലും ജനിതക കർമ്മമാണെങ്കിലും അത് നമ്മുടെ കൈവശമുള്ളതല്ല. ഇനി വരുന്നതാണ് ആർജിത കർമ്മം. ആർജിത കർമ്മത്തിലാണ് നമ്മൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുക. ആർജിത കർമ്മത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ നന്നാക്കിയാൽ മതി, അപ്പോൾ നല്ലതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലും അതിന് ഒരു 7-8 വയസ്സ് വരെ അതിൻ്റെ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ് അതിനുണ്ടായിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് ക്രിട്ടിക്കൽ മൈൻഡൊന്നും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതിനേതാണ് ശരി തെറ്റ് എന്നൊന്നും തിരിച്ചറിയാനായിട്ട് അതിന് സാധിക്കില്ല. അപ്പോൾ അതിനെന്താണോ കിട്ടുന്നത് അത് അതേപടി അതിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു അനാലിസിസ് ചെയ്യാനൊന്നും അതിന് പറ്റില്ല. ഇത് ഏതാണ് ശരി തെറ്റെന്നൊന്നും അതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പോഴും ആ 8 വയസ്സ് വരെയുള്ള കാലഘട്ടവും ആ കുട്ടി ആരുടെ കൂടെയാണ് വളർന്നത്, ഏത് സാഹചര്യത്തിലാണ് വളർന്നത്, ഇതെല്ലാം അതിനെ നല്ല പോലെ ബാധിക്കുന്നുണ്ട്. ആ 8 വയസ്സ് വരെ രൂപം കൊണ്ട ആ ഉപബോധ മനസ്സ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സൈക്കോളജി എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ വളർത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതിനെ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, അത് കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഇൻഫോർമേഷൻസ് ഉണ്ടല്ലോ, അത് വളരെ നല്ലതായിട്ട് നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുക. അങ്ങനെ ആവശ്യമില്ലാത്ത ബ്ലോക്കുകൾ ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഒരു കുട്ടിയോട് പെരുമാറേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടാനൊക്കെ വളരെയധികം മീഡിയകളൊക്കെ ഉണ്ട്. അത് കേട്ട് മനസ്സിലാക്കുക. ഒരു അച്ഛനും അമ്മയും ആകുന്നതിനേക്കാളും മുന്നേ തന്നെ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. എങ്കിലേ പുതിയ തലമുറയെ നമുക്ക് നല്ല തലമുറകൾ ആളുകളെ നമ്മൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞത് ഇപ്പോൾ ആർജിത കർമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആർജിത കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആർജിച്ചെടുക്കുന്ന കർമ്മമാണ്. അപ്പോൾ ഒരു ബോധ മനസ്സൊക്കെ നമ്മളിൽ ശരിക്കും വന്നതിന് ശേഷം ഒരു 10 വയസ്സ് മുതലുള്ള നമ്മുടെ ആ പ്രവൃത്തിയെ നമ്മൾ നല്ല പോലെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. പറ്റാവുന്നത്ര നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ജീവിതത്തിൽ ഉയരാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ കാര്യത്തിനെ കുറിച്ച് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം കാണുക, കഴിയാവുന്നത്ര സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. മനസ്സിൽ സന്തോഷത്തോടു കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ എൻ്റെ കർമ്മം നന്നാവട്ടെ, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സഞ്ചിത കർമ്മത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരും എന്നൊന്നും വിചാരിച്ചു കൊണ്ടാവരുത്. മനസ്സിൽ തോന്നിക്കൊണ്ട്, നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നണം എനിക്കിത് ചെയ്യണമെന്ന് ഉള്ളിൽ നിന്ന് തോന്നിക്കൊണ്ട് നിങ്ങളത് ചെയ്യുക. അപ്പോൾ നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ കർമ്മഫലം എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നാണ് പറയുന്നത്. നമ്മളെ വിധി മാറ്റാനായിട്ട്, നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടും കൂടി ചേർന്നതാണ് നമ്മുടെ വിധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മൾ മാറ്റുക. നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളെ, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ എന്താണോ നല്ലൊരു സ്കില്ലുള്ളതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് ആ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധഡാവേണ്ട കാര്യമേ ഇല്ല. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ളൊരു ശീലം ഉണ്ടാക്കുക. അതായത് ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിത്ത് പാകുന്നതാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ആ വിത്ത് എങ്ങനെയുള്ളതാണ് എങ്കിൽ ആ വിത്ത് വലുതാകുന്നതിനനുസരിച്ച് ആ വൃക്ഷം എങ്ങനെയുള്ളതായിരിക്കും, നല്ലൊരു വൃക്ഷത്തിൻ്റെ വിത്താണ് നമ്മൾ പാകിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ലൈഫും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ചിന്ത എവിടെ നിന്നാണ് വരുന്നത്?
നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫോർമേഷനെയും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക, നല്ലതിനെ മാത്രം ശ്രദ്ധ കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റുള്ളവരെ ഒന്നും മാറ്റാനായിട്ട് സാധിക്കില്ല, നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾക്ക് നമ്മുടെ സമാധാനം കണ്ടെത്താനേ സാധിക്കുള്ളൂ. മറ്റുള്ളവരുടെ സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ച് ആ കാര്യം നേടിയെടുക്കുക. ഇങ്ങനെ ഈ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. നമ്മളെ ചുറ്റുപാടുള്ള ആളുകളല്ല നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒന്നും ആഗ്രഹിക്കേണ്ട. അവരിങ്ങനെ പെരുമാറിയിട്ട് വേണം, അവരെനിക്കിങ്ങനെ തന്നിട്ട് വേണം ഞാൻ അങ്ങനെ ജീവിക്കാൻ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മുടെ ഉള്ളിൽ എന്താണോ സ്കില്ലുള്ളത് ആ സ്കില്ലിനെ കണ്ടെത്തുക. നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നല്ല സന്തോഷമൊക്കെ തോന്നുന്നത്, നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഒരു മടുപ്പും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് ആ ഭാഗത്തിനെ വികസിപ്പിക്കുക, ആ ഭാഗത്തിനെ വളരെ നല്ലതാക്കി മാറ്റി മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാക്കി മാറ്റുക ആ ഒരു കഴിവിനെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പണവും സമ്പാദിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.